ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ, അന്ന് ജാവദേക്കർ പറഞ്ഞു, സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി. ജാവദേക്കറിൻ്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജന് കൺഫ്യൂസ്ഡായി. അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു. പക്ഷേ സുധാകരന് KPCC കിട്ടിയാൽ ചാടിപ്പോയി. അല്ലെങ്കിൽ സുധാകരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു, അരമനസ്. വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു. 45% കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്ത് PMOയുടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. പറയാം, ചോദിക്കും. ഞാനും EP-യും ഇരിക്കുന്നിടത്തേക്ക് ജാവദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സി. അന്ന് ഞാൻ പോയ ടാക്സിയില്ല, അന്ന് ആരോ വീഡിയോ എടുത്ത ടാക്സിയല്ല, അത് വെറും കാർ ഡിസ്കഷൻ. ജാവദേക്കർ പറഞ്ഞു, ലെഫ്റ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാം, പകരം SNC ലാവ്ലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു. നെക്സ്റ്റ്, സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിൻ്റെ ഏകദേശം എത്തി നിൽക്കിയിരിക്കുന്നു, അത് സ്റ്റോപ്പ്. വൈദേഹത്തിനെതിരെയുള്ള പരാതി പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു, വൈദേഹത്തിനുള്ള പരാതികൾ അന്വേഷിച്ചോ, അത് വെച്ച് എന്നെ പറയണ്ട. വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവുമില്ല. എൻ്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും അതിൽ 2 ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ഒരു മുസ്ലിം ഡിപ്പോസിറ്റ് 3.5 കോടിയും വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് EDയുടെ ECIRൻ്റെ പരിധിയിലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ, എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ, അത് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യണ്ട, അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം. ജയരാജൻ പറഞ്ഞു, കേരളത്തിൽ നടക്കില്ല. എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും? അവിടെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണിയുടെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്, CPM അല്ല. അതിനപ്പോൾ ഞാനൊരു ഉപാധി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതായത് പിണറായി വിജയൻ്റെ കാലത്ത് മുമ്പ് PC തോമസ് വഴി BJPയുടെ സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ കാൻഡിഡേറ്റ് ആക്കി കൊടുത്തു. എന്നാൽ ഇന്ന് LDFനെ സഹായിക്കുന്ന ആ പള്ളികളിൽ തർക്ക വിഭാഗം ഉണ്ടല്ലോ, കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മയിലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത 500 വോട്ടിന് PC തോമസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് CPMൻ്റെ കയ്യിൽ. ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സീറ്റ് CPIക്കാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റൂല, സുരേഷ് ഗോപിയെ മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു. അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടി ജാവദേക്കർ തന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച്. 4 തവണ ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്തു. ഒരേ ഒരു സീറ്റ് അമിത്ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും. തീൻമൂർത്തി അദ്ദേഹത്തിൻ്റെ വീട്, പേര് ഞാൻ ഓർക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിൻ്റെ തൊട്ട് വീട് വരും. അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം, എന്തുറപ്പും തരാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, CPMനെ സ്പ്ലിറ്റ് ചെയ്യാനോ CPMൽ കയറിപ്പറ്റാനോ പറ്റില്ല. പിന്നെ വേറൊരു ആരോപണം ഇന്ന് സുധാകരനും ശോഭാ സുരേന്ദ്രനും പറഞ്ഞ്, ജാഥ നടക്കുമ്പോൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജാവദേക്കർ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിൽ എന്നെ കാണാൻ വന്നു. അന്ന് EP ജയരാജനും MV ഗോവിന്ദനും മന്ത്രി K രാധാകൃഷ്ണനും വിവിധ മുറികളിലുണ്ട്. റിസപ്ഷനിൽ കൂടി തലയിൽ തുണിയിട്ട് ജാവദേക്കർക്ക് വരാൻ പറ്റില്ലല്ലോ, റിസപ്റ്റ് കാറ്റഗറിയുള്ള ജാവദേക്കർക്ക്. കണ്ട് ജാവദേക്കർ എന്നോട് പറഞ്ഞു, ഒരിക്കൽ കൂടി ഒരു സന്ധി സംഭാഷണത്തിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഒരു സന്ധി സംഭാഷണവും ബലം ചെയ്യില്ലെന്ന് ഞാൻ ജാവദേക്കറോട് കൃത്യമായി പറഞ്ഞ് അദ്ദേഹം വിടവാങ്ങി. അദ്ദേഹം തെലങ്കാനയിലെ പ്രഭാരിയായി പോയി. തിരിച്ച് വീണ്ടും വന്നപ്പോൾ എന്നെ കൂട്ടിമുട്ടി. എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം, എന്തു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാർ. SNC ലാവ്ലിൻ കേസ് I am fight SNC, but I ready to concede. What base you concede in Supreme Court? Tell me, this is CBI. Yes, you don't worry at all. അതായത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൊടുത്ത അപ്പീലാണ് CBIയുടെ. ഞങ്ങൾ പറയും ഈ അപ്പീൽ കാലഹരണപ്പെട്ടു, വിറ്റ്നസ്സുകൾ മരിച്ചുപോയി, CBI ഇൻട്രസ്റ്റ് സാഹചര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ പഴയ പ്രഫുൽ പട്ടേലിൻ്റെ കേസ് സുപ്രീം കോടതി പറഞ്ഞ അന്വേഷിച്ച കേസ് ക്ലോസ് ചെയ്തല്ലോ. അപ്പം പിണറായി വിജയൻ്റെ സംരക്ഷകനായുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ ചേരാൻ വന്നത്. അല്ലാണ്ട് EP ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ BJP പോവാൻ? അനാഥനാവാൻ BJP പോണോ? ജാവദേക്കർ വന്ന് കണ്ട സെറ്റിൽമെന്റ്, ജാവദേക്കർ അടുത്തേക്ക് പോയ സെറ്റിൽമെന്റ് അല്ല. ജാവദേക്കർ ഹിംസെൽഫ് ഒറ്റയ്ക്ക്
അപ്പം ഞാൻ ചോദിച്ചു കുന്നുമ്മൽ സുരേന്ദ്രനോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരെയൊന്നും കൂട്ടിയാൽ ഇത് ഫലപ്രദമാവില്ല. അവർ ലീക്ക് ചെയ്ത് മറ്റ് സൈഡുകളിൽ കൊടുക്കും. അപ്പം ജാവദേക്കർക്ക് പോലും വിശ്വാസമില്ല കേരളത്തിലെ പാർട്ടി ഘടകത്തെക്കുറിച്ച്. ജാവദേക്കർ ഒരുപാട് ഡിസ്കഷൻസ് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ടോപ്പ് ലെവൽ വരെ നടത്തി. പക്ഷേ ജാവദേക്കർ എന്നോട് പറഞ്ഞൊരു വേടുണ്ട്, ഞങ്ങൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞത് മണ്ടത്തരമായി. ഈ CPM ഞങ്ങൾ അനാവശ്യമായി 21 എത്തിക്കാൻ ശ്രമിച്ച്. ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഹിന്ദു വിഭാഗത്തിൻ്റെ മെജോറിറ്റി CPM കൂടെയാണ്. അപ്പം ഞാൻ ജാവദേക്കറോട് നിങ്ങൾ ആർക്കോട് ഹിന്ദുത്വം പറഞ്ഞാൽ പോരെ കേരളത്തിൽ സീറ്റ് പിടിക്കാൻ. സുരേഷ് ഗോപിക്ക് വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ പ്രയത്നിച്ചു പുള്ളി. അമിത്ഷായെ വച്ച് ഡിസ്കഷൻ നടത്താം, നമുക്കെല്ലാം സെറ്റിൽ ചെയ്യാം. 26 വീണ്ടും LDF തിരിച്ചു വരാനുള്ള കളവൊരുങ്ങും. അപ്പം ഞാൻ ജാവദേക്കറോട് ചോദിച്ചു 24 ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെങ്ങനെ 26 എത്തിക്കും? ഞങ്ങളെയല്ല LDF. ഇപ്പം കയ്യാലപ്പുറത്തെ തേങ്ങയാണ് NDA. ജൂൺ 4 അറിയാം സ്ഥിതി. ഇപ്പം 400-300 ജാവദേക്കർ തിരുവനന്തപുരത്ത് വന്ന് അവിടെ ഒരു ഫ്ലാറ്റിൽ പോയാണ് ഞങ്ങൾ കൂടിക്കാഴ്ച. ഫ്ലാറ്റിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. കാറ് ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഒരു ഫ്ലാറ്റ് പറഞ്ഞു, ആ ഡ്രൈവർ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. ലിഫ്റ്റ് വഴി നേരെ മുകളിൽ ചെന്നു. അപ്പോൾ താഴെ ഒന്ന് നേരെ ലിഫ്റ്റ് വരെ ചെന്നു കാറ്. അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തു. ഞാനെന്തിനാ ഫ്ലാറ്റിൻ്റെ പേര് ശ്രദ്ധിക്കണം? ഞാൻ ഫ്ലാറ്റിൻ്റെ പേര് ശ്രദ്ധിക്കാനല്ലോ ഡിസ്കഷൻ. കണിശതയും കർക്കശകൾ. എൻ്റെ ഷിജു, നമ്മൾ അൺപാർലമെൻ്ററി ചോദിക്കാണ്ട് പാർലമെൻ്ററി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഗൗരവത്തോടുകൂടി മുന്നോട്ട് പോവാം. ജാവദേക്കർ എന്നെ ഫോണിൽ വിളിച്ചു. എന്നെ നിരന്തരം വിളിക്കുന്ന ജാവദേക്കറാണ്. ജാവദേക്കർ വിളിക്കും, ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷം അദ്ദേഹത്തിന് പ്രഭാരി കിട്ടിയിട്ട് ഈ തെലുങ്കാനയ്ക്ക് പോണതിന് കുറച്ച് മുമ്പ് സുധാകരൻ ഓൾറെഡി വീഴിച്ചു. KPCC കിട്ടിയില്ലെങ്കിൽ സുധാകരൻ ആണ്. അല്ലാണ്ട് ഇന്ന് സുധാകരൻ EP ജയരാജൻ്റെ പേര് പറഞ്ഞു. സുധാകരൻ 100% തീരുമാനത്തിലെത്തി. സാമ്പത്തികവും ഭൗതികതയും ഭൗതിക സാഹചര്യവും എല്ലാം ഫിക്സ് ചെയ്ത് എഗ്രിമെന്റും. ജാവദേക്കർ EP ജയരാജനെ എന്നെയും വന്ന് എന്നെയും കണ്ടു. ഞാനുണ്ട് ആ ഡിസ്കഷൻ. ഞങ്ങളെ വന്നു. ജാവദേക്കർ ടാക്സിയിൽ വന്നു. ജാവദേക്കർക്ക് അറിയില്ലല്ലോ വടക്കും. ഇല്ലില്ല, ഞാൻ പറഞ്ഞു ഒരാൾ സമ്പടി വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അറിയില്ല. ജാവദേക്കർ അവിടെ എത്തി. കണ്ടപ്പോൾ ജാവദേക്കറെ കണ്ടറിയാമല്ലോ, കേരളത്തിൻ്റെ ഇൻചാർജ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. സർപ്രൈസായി. പക്ഷെ വിഷയം എന്താണ്? LDF സഹായം വിഷയം കൊണ്ടല്ലേ വന്നേക്കണ. SNC ലാവലിൻ അടുത്ത പോസ്റ്റിങ്ങിൽ കൺസീഡ് ചെയ്യുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. വലിയ കാര്യമല്ലേ? EP ജയരാജനെടുത്ത എന്താ തെറ്റ്? ഇന്ന് സുധാകരൻ പറഞ്ഞല്ലോ ഗവർണറാക്കാന്ന് പറഞ്ഞു. ഏത് ഗവർണർ? എവിടെ ഗവർണർ? ഒരു ഗവർണർ പോസ്റ്റ് പോലും വേക്കൻസി ഇല്ലാത്ത സമയത്ത്. തൃശ്ശൂർ സീറ്റിൽ മാത്രം സഹായം നടക്കില്ല. കാരണം അത് LDF മുന്നണിയിൽ CPIയുടെ സീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ PC തോമസിൻ്റെ സഹായം പണ്ട് പിണറായി വിജയൻ തേടി. അന്ന് PC തോമസ് വാജ്പേയി മന്ത്രിസഭയിലോ MOS ലോ. പിന്നെ PC തോമസിനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയനും ഞാനും തമ്മിൽ എക്കച്ചക്കലായി. പക്ഷെ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ മൂവാറ്റുപുഴയിലെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇസ്മയിലിനെ നിർത്തി 500 വോട്ടിന് PCയെ കരകയറ്റി. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം മൂവാറ്റുപുഴ പറഞ്ഞ് നിന്നുപോയി. അതേ ടെക്നിക്ക് നമുക്ക് ഒരു സീറ്റിന്. അപ്പോൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും അവിഞ്ഞ ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ട് നോക്കാമെന്നോർത്ത്, കടന്നപ്പള്ളിയുടെ പാർട്ടിക്ക് വല്ലത്. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ വിട്ടു മാറില്ല. അനിൽ ആൻ്റണി എറണാകുളത്തും PC ജോർജ് പത്തനംതിട്ടയിലും സുരേഷ് ഗോപി മറ്റൊരു സ്ഥലത്തേക്കും മാറ്റി ഒരു ധാരണയിൽ എത്താമെന്ന് പറഞ്ഞു. അതിന് തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ NDAക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കായിരുന്നു. ഇപ്പോൾ 20 സീറ്റും തോക്കും. അനിൽ ആൻ്റണി പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ ഞാൻ മുന്നോട്ടാണെന്ന്. മുന്നോട്ടല്ല, പിന്നോട്ട്. കാണാം ജൂൺ 4 ഘടകകക്ഷിയിലെ സീറ്റ് ഓൾറെഡി അവർ സുനിൽകുമാർ സുനിൽകുമാർ മുൻകൂട്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. പിന്നെ കാനം മരിക്കണേന് മുമ്പ് പറഞ്ഞ് അത് സുനിലിന് കൊടുക്കേണ്ട സീറ്റാണ് LDF കൺവീനറോട്.